10th class physics second chapter ആണ് lenses. How far away are the stars? എത്ര ദൂരത്താണ് നക്ഷത്രങ്ങൾ? They can be seen very close when viewed through this. അവയെ വളരെ അടുത്തായിട്ട് കാണാൻ കഴിയും ഇതിനകത്ത് കൂടി നോക്കുമ്പോൾ, അല്ലെ? ടെലസ്കോപ്പിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. How does a telescope make distant objects appear so distinct and close? അതായത് ഇത്ര ദൂരത്തുള്ള ഈ ഒബ്ജക്ട്സിനെ എങ്ങനെയാണ് ടെലസ്കോപ്പ് ഇത്ര വ്യക്തവും അടുത്തുമായിട്ട് കാണിച്ചു തരുന്നത് എന്നാണ് ഡൗട്ട്. ഇതിനകത്തൊക്കെ ലെൻസസ് ഉപയോഗിക്കുന്നുണ്ട്. ആ ലെൻസസിനെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഹാവ് യു എവർ ഹാഡ് സച്ച് ഡൗട്ട്സ്? ഇതുപോലുള്ള ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഒബ്സർവ് ഫിഗർ. ഹാവ് യു നോട്ടീസ്ഡ് ഓൾഡർ പീപ്പിൾ യൂസിങ് റീഡിംഗ് ലെൻസ് ടു മേക്ക് ലെറ്റേഴ്സ് അപ്പിയർ ലാർജർ? അല്ലെ, ഇതുപോലുള്ള റീഡിംഗ് ലെൻസ് അക്ഷരങ്ങളെ വലുതാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു, അല്ലെ? വേർ എൽസ് ആർ ലെൻസസ് യൂസ്ഡ്? റൈറ്റ് ദം ഡൗൺ. ലെൻസസ് ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഉപകരണങ്ങൾ നമുക്ക് ലിസ്റ്റ് ചെയ്യാം. ടോയ്സിനകത്തൊക്കെ ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ട്. സ്പെക്ടാക്കിൾസ്, അല്ലെ, കണ്ണടകളിൽ ഉപയോഗിക്കാറുണ്ട്. ഡോർ ലെൻസ്, ലെൻസ് ഫിക്സ്ഡ് ഓൺ ദ ഡോർ ടു വ്യൂ ദ ഔട്ട്സൈഡ്. പുറം വശം കാണാൻ വേണ്ടിയിട്ട് ഡോറിൽ ഫിക്സ് ചെയ്യുന്ന ലെൻസാണ്. നോക്കുക, ഇതുപോലുള്ളതാണ് ഡോർ ലെൻസ് എന്ന ഒരു ഉപകരണം. ഇത് ഇതുപോലെ ഡോറിൽ ഫിക്സ് ചെയ്യുന്നു. ഇതിനകത്തോടി നോക്കുമ്പോൾ പുറത്തുള്ള ആൾക്കാരെയൊക്കെ അല്ലെങ്കിൽ പുറത്തുള്ള കാഴ്ചകളെയൊക്കെ ഇങ്ങനെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. ഓക്കെ, പിന്നെ മൈക്രോസ്കോപ്പ്, ബയോളജി പഠിച്ചിട്ടുണ്ട് നിങ്ങൾ. മൈക്രോസ്കോപ്പിനകത്ത് ലെൻസസ് ഉപയോഗിക്കാറുണ്ട്. വാട്ട് മേക്സ് ദീസ് ലെൻസസ് ഡിഫറെന്റ് ഫ്രം എ ഷീറ്റ് ഓഫ് ഗ്ലാസ്? ലെറ്റ്സ് എക്സാമിൻ. ഒരു ഷീറ്റ് ഓഫ് ഗ്ലാസിൽ നിന്ന്, ഒരു ഗ്ലാസ് ഷീറ്റിൽ നിന്ന് ലെൻസസിനെ എന്താണ് വ്യത്യസ്തമാക്കുന്നത് നമുക്ക് നോക്കാം, അല്ലെ? Allow sunlight to fall on a paper through a thin sheet of glass. അതായത് ഒരു പേപ്പറിലേക്ക് ഒരു തിൻ ഷീറ്റ് ഓഫ് ഗ്ലാസ്സിലേക്ക് കൂടെ, ഇതുപോലുള്ള ഒരു തിൻ ഷീറ്റ് ഓഫ് ഗ്ലാസ്സിലേക്ക് കൂടി സൺലൈറ്റിനെ പതിക്കാൻ അനുവദിക്കുക. Vary the distance between the paper and the glass sheet. What do you observe? അതായത് ഈ പേപ്പറും ഈ ഗ്ലാസ് ഷീറ്റും തമ്മിലുള്ള അകലം വ്യത്യാസപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. ഗ്ലാസ് ഷീറ്റ് നമുക്ക് മുകളിലോട്ടും മുന്നോട്ടൊക്കെ ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവയ്ക്കിടയിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് വ്യത്യാസപ്പെടുത്താം, അല്ലെ? വാരി ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പേപ്പർ ആൻഡ് ദ ഗ്ലാസ് ഷീറ്റ്. മാറ്റാം. വാട്ട് ഡു യു ഒബ്സർവ്? ഇറ്റ് ഈസ് സീൻ ദാറ്റ് ദ സൈസ് ഓഫ് ദ ഇല്ലുമിനേറ്റഡ് പാർട്ട് ഡസ് നോട്ട് ചേഞ്ച് വെദർ ദ ഗ്ലാസ് ഷീറ്റ് ഈസ് നിയർ ഓർ ഫാർ ഫ്രം ദ പേപ്പർ. അതായത് ഈ ഗ്ലാസ് ഷീറ്റ് ഈ പേപ്പറിൽ നിന്ന് ഫാർ, അല്ലെ, ദൂരെ ആയിരുന്നാലും നിയർ, അടുത്തായിരുന്നാലും ഇവിടെയുള്ള ആ ഒരു നല്ല ബ്രൈറ്റ്നസ് ഉള്ള ഒരു ഭാഗം ഉണ്ടല്ലോ പേപ്പറിൽ, സ്വാഭാവികമായിട്ടും ലൈറ്റ് അടിക്കുമ്പോൾ കുറച്ച് ബ്രൈറ്റ്നസ് ഉണ്ടാകും, അല്ലെ? അപ്പൊ ആ ഒരു ഇല്ലുമിനേറ്റഡ് പാർട്ടിന്റെ വലിപ്പം കൂടുന്നതായിട്ടോ കുറയുന്നതായിട്ടോ നമുക്ക് ഇവിടെ കാണാൻ കഴിയില്ല. ഓക്കെ, നമുക്ക് അടുത്ത കൂടി പറയുമ്പോൾ ആ കാര്യം വ്യക്തമാകും, ലെൻസിന്റെ കാര്യം. നോക്കിയോളൂ. ഡു ദ സെയിം ആക്ടിവിറ്റി യൂസിങ് റീഡിംഗ് ലെൻസ്. ഇത് ഉപയോഗിച്ചിട്ട് ചെയ്തു നോക്കണം. വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ? അല്ലെ, ഈ ഒരു കാര്യം നോക്കണം. എന്താണ്? നോട്ട് ദാറ്റ് വെൻ ദ ലെൻസ് ഈസ് ഹെൽഡ് അറ്റ് എ സ്പെസിഫിക് ഡിസ്റ്റൻസ് ഫ്രം ദ പേപ്പർ. ഈ ലെൻസ് ഒരു പ്രത്യേക ദൂരത്തിൽ നമ്മൾ പിടിക്കുമ്പോൾ, പ്രത്യേക അകലത്തിൽ പിടിക്കുമ്പോൾ, അല്ലെ, പേപ്പറും ഈ ലെൻസും തമ്മിലുള്ള അകലം ഒരു നിശ്ചിത അകലമാക്കുമ്പോൾ, ദ സൈസ് ഓഫ് ദ ഇല്ലുമിനേറ്റഡ് ഏരിയ ഗ്രേറ്റ്ലി റെഡ്യൂസ്ഡ് ആൻഡ് ദ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് അറ്റ് ദാറ്റ് ഏരിയ ഇൻക്രീസസ്. എന്താണ് പറഞ്ഞത്? ഒരു നിശ്ചിത അകലത്തിൽ നമ്മളിത് പിടിക്കുമ്പോൾ സാധാരണയായിട്ട് നമുക്കറിയാം, ലെൻസ് ഇവിടെ വെച്ചാൽ ഇവിടെ ഒരു ഇതുപോലെ ഒരു ഇല്ലുമിനേറ്റഡ് പാർട്ട് ഉണ്ടാകും, അല്ലെ? ഒരു സർക്കിളാകൃതിയിൽ അത്ര ഭാഗത്ത് കുറച്ചധികം ഇന്റൻസിറ്റി ഉണ്ടാകും, കുറച്ചധികം തീവ്രമായിട്ട് ഈ ഭാഗം കാണും. പക്ഷെ നമ്മൾ പറഞ്ഞു, ഒരു നിശ്ചിത അകലത്തിൽ വയ്ക്കുമ്പോൾ ഈ ഇല്ലുമിനേറ്റഡ് ഏരിയ എന്താകും? ചെറുതാകും, ചെറിയൊരു ഏരിയയിലേക്ക് ഒതുങ്ങും. അതാണ് പറഞ്ഞത്. ദ സൈസ് ഓഫ് ദ ഇല്ലുമിനേറ്റഡ് ഏരിയ ഈസ് ഗ്രേറ്റ്ലി റെഡ്യൂസ്ഡ്. വളരെയധികം ചുരുങ്ങുന്നു, അല്ലെ? ചെറിയൊരു വട്ടത്തിനകത്തേക്കാകും ആ ഒരു നല്ല പ്രകാശം ഉണ്ടാകും ആ ഒരു ഭാഗത്ത്. ആൻഡ് ദ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് അറ്റ് ദാറ്റ് ഏരിയ ഇൻക്രീസസ്. ആ ഒരു ഏരിയയിലുള്ള ഇന്റൻസിറ്റി എന്താകും? വളരെയധികം കൂടും, വളരെയധികം പ്രകാശം ഉണ്ടാകും, അവിടെ വളരെയധികം തീവ്രത ഉണ്ടാകും. ഹോൾഡ് ദ ലെൻസ് അറ്റ് ദാറ്റ് പോയിന്റ് ഫോർ എ ലോങ്ങർ ടൈം. അങ്ങനെ കുറെ സമയം പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ക്യാൻ യു സീ ദ പേപ്പർ സ്മോൾഡറിങ് ആൻഡ് കാച്ചിങ് ഫയർ. അപ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് ഇവിടെ പേപ്പർ പുകയുകയും തീപിടിക്കുകയും ചെയ്യും ആ ഒരു ഭാഗത്ത്. വാട്ട് ഫീച്ചർ ഡസ് ദ ലെൻസ് ഹാവ് ദാറ്റ് ദ ഗ്ലാസ് ഷീറ്റ് ഡസൻറ്റ്? അതായത് ഗ്ലാസ് ഷീറ്റിന് ഇല്ലാത്ത, അതായത് ഗ്ലാസ് ഷീറ്റിന് ഇല്ലാത്ത എന്ത് ഫീച്ചറാണ് ലെൻസിനുള്ളത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങൾ നമുക്കിവിടെ പഠിക്കാം. കോൺവെക്സ് ലെൻസ് ആൻഡ് കോൺകേവ് ലെൻസ്, രണ്ടു തരം ലെൻസ്. ഇവിടെ ചിത്രം കൊടുത്തിട്ടുള്ളത് ഒരു കോൺവെക്സ് ലെൻസിന്റെ ചിത്രമാണ്. അതായത് ഒരു ലെൻസിന്റെ ഒരു സൈഡിൽ നിന്നുള്ള ഒരു
കാണുമ്പോൾ ഉള്ള ഒരു ഡയഗ്രമാണ്. നമുക്കറിയാം ഇതിന് പുറത്തെ കൂടി നമ്മൾ തടവി നോക്കിയാൽ നമുക്ക് മനസ്സിലാകും നടുഭാഗം ഉയർന്നു നിൽക്കുന്നതായിട്ടും അരികുകൾ കനം കുറഞ്ഞതായിട്ടും നമുക്ക് മനസ്സിലാക്കും കോൺവെക്സ് ലെൻസസ് ആണെങ്കിൽ. ഇതെന്താണ്? കോൺവെക്സ് ലെൻസ് ആണ്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് നോക്കൂ. ഒബ്സർവ് ദ ലെൻസ് യൂസ്ഡ് ഇൻ ദ പ്രീവിയസ് ആക്ടിവിറ്റി ആൻഡ് നോട്ട് ഡൗൺ ഇസ് ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് നമ്മൾ ഇവിടെയൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ലെൻസ്, റീഡിംഗ് ലെൻസ് ഇല്ലേ, അതിനെ നിരീക്ഷിച്ച് അവയുടെ ക്യാരക്ടറിസ്റ്റിക്സ്, അവയുടെ സവിശേഷതകളൊന്ന് ലിസ്റ്റ് ചെയ്യണം അല്ലെ. എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാകും. തിക്കർ ഇൻ ദ മിഡിൽ, അതിന്റെ നടുഭാഗം എന്താണ്? തിക്കായിരിക്കും, നല്ല കനം കൂടിയതായിരിക്കും. തിക്കർ ഇൻ ദ മിഡിൽ. പിന്നെയോ നമുക്കറിയാം വസ്തുക്കളെ വലുതാക്കി കാണിക്കും അല്ലെ. റീഡിംഗ് ലെൻസ് ഒക്കെ അതല്ലേ ചെയ്യുന്നത്. ഷോസ് ദ ഒബ്ജക്ട്സ് മാഗ്നിഫൈഡ്, വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്നു. പിന്നെയോ തിന്നർ അറ്റ് ദ എഡ്ജസ്, നടുഭാഗം മിഡിലിൽ തിക്കറാണ്, എഡ്ജ് തിന്നറാണ്. പിന്നെ നമുക്ക് പറയാം പാരലൽ ലൈറ്റ് റേസ് കൺവേർജ് ഓൺ ദ അതർ സൈഡ് ആഫ്റ്റർ പാസിംഗ് ത്രൂ ദിസ് ലെൻസ്. ഇവിടെ ചിത്രം നോക്കുക. പാരലൽ ലൈറ്റ് റേസ് കണ്ടോ, ലൈറ്റ് റേസ് വരുന്നുണ്ട് സമാന്തരമായിട്ട്, പാരലൽ ആയിട്ട് വരുന്നുണ്ട്. ഇവ അതർ സൈഡ് ലെൻസിന്റെ മറുവശത്ത് കൺവേർജ് ചെയ്യുന്നുണ്ട് കണ്ടോ, ഇങ്ങനെ ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നുണ്ട്. അതാണ് പറഞ്ഞത് പാരലൽ ലൈറ്റ് റേസ് കൺവേർജ് ഓൺ ദ അതർ സൈഡ് ആഫ്റ്റർ പാസിംഗ് ത്രൂ ദിസ് ലെൻസ്. ഈ ലെൻസിലേക്ക് കൂടി കടന്നു പോയതിനു ശേഷം കൺവേർജ് ചെയ്യുന്നു. ആ കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ ലെൻസ് യു ആർ നൗ ഫെമിലിയർ വിത്ത് ഈസ് കോൾഡ് കോൺവെക്സ് ലെൻസ്. ഇതൊരു കോൺവെക്സ് ലെൻസ് ആണ്. ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ദാറ്റ്, നിങ്ങൾക്ക് മനസ്സിലായി എന്താണ്? സച്ച് ലെൻസസ് ക്യാൻ കൺവേർജ് ലൈറ്റ് റേസ്. ആ ലെൻസസിന് എന്ത് ചെയ്യാൻ കഴിയും? ലൈറ്റ് റേസിനെ കൺവേർജ് ചെയ്യിക്കാൻ കഴിയും. ഒരു പ്രത്യേക ബിന്ദുവിലേക്ക് നമുക്ക് അതിനെ കേന്ദ്രീകരിക്കാൻ കഴിയും ലൈറ്റിനെ. കണ്ടോ, അപ്പൊ ഇവിടെ കൂടുതൽ തീവ്രമായിട്ട് പ്രകാശം ലഭിക്കും അല്ലെ. ഇവിടെ പേപ്പർ കത്തിപ്പോകും. ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒബ്സർവ് അനദർ ടൈപ്പ് ഓഫ് ലെൻസ്. വാട്ട് ആർ ഇറ്റ്സ് ഫീച്ചേഴ്സ്? മറ്റൊരു തരം ലെൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, കോൺകേവ് ലെൻസ്. ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? തിന്നർ ഇൻ ദ മിഡിൽ, കണ്ടോ നടുഭാഗം എന്താണ്? കുഴിഞ്ഞതാണ്. തിന്നർ എന്ന് വെച്ചാൽ കനം കുറഞ്ഞതാണ്. കണ്ടോ, ചെറിയ കനം, കണ്ടോ കനം കുറഞ്ഞ, ഇത്രയേ ഉള്ളൂ, കട്ടി ഇത്രയേ ഉള്ളൂ. അതാണ് പറഞ്ഞത് തിന്നർ ഇൻ ദ മിഡിൽ. പിന്നെയോ തിക്കർ അറ്റ് ദ എഡ്ജസ്, അരികുകൾ എടുത്താലോ അവിടെ കനം കൂടിയതാണ്. കണ്ടോ, നല്ല തിക്നെസ് ഉണ്ട്. പിന്നെ എന്ത് പറയാം? ഷോസ് ദ ഒബ്ജക്ട് സ്മോളർ, അതായത് ഇതിലെ അകത്തേക്കൂടെ നോക്കുമ്പോൾ വസ്തുക്കളെ ചെറുതായി കാണും. വസ്തുക്കളെ ഇത് ചെറുതാക്കി കാണിക്കുന്നു. ഷോസ് ദ ഒബ്ജക്ട് സ്മോളർ, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം ഷോസ് ദ ഒബ്ജക്ട്സ് ഇൻ സ്മോളർ സൈസ്, വസ്തുക്കളെ ചെറുതാക്കി കാണിക്കുന്നു എന്ന് പറയാം. ഓക്കെ. ട്രൈ ടു ബേൺ എ പീസ് ഓഫ് പേപ്പർ വിത്ത് സച്ച് ലെൻസസ്. അതായത് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ഇതുപയോഗിച്ചിട്ട് ഒരു പേപ്പറിനെ കത്തിക്കാൻ കഴിയുമോ എന്ന് നോക്കണം. ഈസ് ഇറ്റ് പോസിബിൾ? ഇത് നമുക്ക് കഴിയുമോ അങ്ങനെ? ഇല്ല, നോ. ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ദിസ് ടൈപ്പ് ഓഫ് ലെൻസസ് കനോട്ട് കൺവേർജ് ലൈറ്റ് റേസ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലൈറ്റ് റേസ് ഒക്കെ ഇവിടെ ഒരു പ്രത്യേക ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കാൻ നമുക്ക് കഴിയില്ല ഇത്തരം ലെൻസ് ഉപയോഗിച്ച്. അതുകൊണ്ട് പറയാം ദിസ് ടൈപ്പ് ഓഫ് ലെൻസസ് കനോട്ട് കൺവേർജ് ലൈറ്റ് റേസ്. കൺവേർജ് ചെയ്യിക്കാൻ കഴിയില്ല ഈ ലെൻസുകൾക്ക്. അതുകൊണ്ട് വി കനോട്ട് ബേൺ എ പീസ് ഓഫ് പേപ്പർ വിത്ത് സച്ച് ലെൻസസ്. ഇത്തരം ലെൻസസ് ഉപയോഗിച്ചിട്ട് പേപ്പർ കത്തിക്കാൻ നമുക്ക് കഴിയുന്നില്ല. സച്ച് ലെൻസസ് ആർ കോൾഡ് കോൺകേവ് ലെൻസസ്. ഇവയാണ് കോൺകേവ് ലെൻസസ് എന്ന് പറയുന്നത്. ഈ കേവ് എന്നതിന്റെ അർത്ഥം എന്താണ്? ഗുഹ അല്ലെ, അങ്ങനെ ഒരു അർത്ഥമുണ്ട്. അപ്പൊ ഗുഹ എന്ന് പറഞ്ഞാൽ ഉൾഭാഗം കുഴിഞ്ഞ എന്ന രീതിയിൽ നമുക്ക് സങ്കല്പിക്കാം. അപ്പൊ ഈ ലെൻസസ് നോക്കുന്നുണ്ടോ, ഇങ്ങനെ കുഴിഞ്ഞതല്ലേ, ഉൾഭാഗം ഇങ്ങനെ കുഴിഞ്ഞു വരുന്നതല്ലേ. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം എളുപ്പത്തിന് വേണ്ടിയിട്ട്. കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം അതാണ്. ഓക്കെ, ഒന്ന് നടുഭാഗം ഉയർന്നതാണ്, കോൺകേവ് ആണെങ്കിൽ നടുഭാഗം ഇങ്ങനെ കുഴിഞ്ഞതാണ്. ലിസ്റ്റ് ദ characteristics ഓഫ് കോൺകേവ് ലെൻസസ് ആൻഡ് കോൺവെക്സ് ലെൻസസ് ഇൻ ദ ടേബിൾ. ലിസ്റ്റ് ചെയ്യണം അവയുടെ ക്യാരക്ടറിസ്റ്റിക്സ്. കോൺവെക്സ് ലെൻസ് ആകുമ്പോൾ തിക്കർ ഇൻ ദ മിഡിൽ, നമ്മൾ പറഞ്ഞു നടുഭാഗം എന്താണ്? കനം കൂടിയതാണ്. തിന്നർ അറ്റ് ദ എഡ്ജസ്, അരികുകളോ അത് കനം കുറഞ്ഞതാണ്. ഷോസ് ദ ഒബ്ജക്ട്സ് മാഗ്നിഫൈഡ്, വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്നു. കോൺകേവ് ലെൻസ് ആണെങ്കിൽ തിന്നർ ഇൻ ദ മിഡിൽ, നടുഭാഗം കനം കുറഞ്ഞതാണ്. തിക്കർ അറ്റ് ദ എഡ്ജസ്, അരികുകൾ കനം കൂടിയതാണ്. ഷോസ് ദ ഒബ്ജക്ട്സ് ഇൻ സ്മോളർ സൈസ്, വസ്തുക്കളെ ചെറിയ സൈസിൽ കാണിക്കുന്നു, ചെറുതാക്കി കാണിക്കുന്നു. ഒബ്സർവ് ദ ലെറ്റേഴ്സ് ത്രൂ ഈച്ച് ലെൻസ് ആൻഡ് മൂവ് ദ ലെൻസ് ടു വൺ സൈഡ്. ഓരോ ലെൻസിലെ കൂടിയും അക്ഷരങ്ങളെ നോക്കിയിട്ട്, ലെറ്റേഴ്സിനെ നോക്കിയിട്ട് ലെൻസ് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? ഒരു സൈഡിലോട്ട് നീക്കാൻ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ? വെൻ എ കോൺവെക്സ് ലെൻസ് ഈസ് യൂസ്ഡ്, ദ ലെറ്റേഴ്സ് അപ്പിയർ ടു മൂവ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതായത് നമ്മൾ കുറച്ച് ലെറ്റേഴ്സിന് മുകളിലായിട്ട്
ഒരു കോൺവെക്സ് ലെൻസ് ഇങ്ങനെ പിടിച്ചു വിചാരിച്ചോളൂ. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ ലെൻസിനെ റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യിക്കുന്നുണ്ടെങ്കിൽ ഇതിലെ കൂടെ കാണുന്ന ലെറ്റേഴ്സ് ഉണ്ടല്ലോ, അത് അതിന് ഓപ്പോസിറ്റ് ആയിട്ട്, അതായത് ലെഫ്റ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുന്നതായിട്ട് തോന്നും. പിന്നെ അടുത്തായിട്ട് എന്താണ് പറഞ്ഞത്? ഇതിന് പകരം when a concave lens is used, the letters appear to move in the same direction of the lens movement. അതായത് കോൺകേവ് ലെൻസ് ഉപയോഗിക്കുമ്പോൾ ലെറ്റേഴ്സ് അപ്പിയർ ടു മൂവ് ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്? ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് ദ ലെൻസ് മൂവ്മെന്റ്. ലെൻസ് മൂവ് ചെയ്യുന്നതിന് അതേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതായിട്ട് തോന്നും. അതായത് ലെൻസ് റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യിക്കുന്നുണ്ടെങ്കിൽ ലെറ്റേഴ്സും റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുന്നതായിട്ട് തോന്നും എന്നാണ് പറഞ്ഞത്. താഴെ എന്താണ് കൊടുത്തിട്ടുള്ളത്? This activity can be used as a method to distinguish between convex and concave lenses. ഈ രണ്ട് ലെൻസസ് ഉണ്ടല്ലോ, അവയെ നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ആക്ടിവിറ്റി ചെയ്തു നോക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒബ്സർവ് ഫിഗേഴ്സ് 2.5a and 2.5b. മുകളിലും താഴെയും കൊടുത്ത ഫിഗേഴ്സ് നോക്കുക. ഈച്ച് ലെൻസ് ഹാസ് ടു സർഫസസ്. When light passes through them, refraction occurs. ഈ ഒരു കാര്യം ഞാൻ പറയാം. ആദ്യം ഈ ഒരു ചിത്രം നോക്കുക. ഇത് രണ്ടും ഐസ്ക്രീം ബോൾസ് ആണെന്ന് വിചാരിക്കുക. ഐസ്ക്രീമിന്റെ ബോളുകൾ. ഇത് അതിന്റെ അടപ്പാണ്, അതിന്റെ മൂടിയാണ് ഇത് രണ്ടും. ഓക്കെ, ഞാൻ ഈ മൂടി ഇവിടുന്ന് മാറ്റിയിട്ട് ഈ മൂടി റൈറ്റ് സൈഡിൽ ഇങ്ങനെയും ഈ മൂടി ലെഫ്റ്റ് സൈഡിലും ചേർത്ത് വയ്ക്കുന്നു എന്ന് വിചാരിച്ചോളൂ. അപ്പൊ നിങ്ങൾക്കൊരു ഷേപ്പ് കിട്ടുമല്ലോ. അതായത് താഴെ കൊടുത്തിരിക്കുന്ന പോലുള്ള ഒരു ഷേപ്പ് കിട്ടും അല്ലെ? ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യമാണ് ഇവിടെ കൊടുത്തില്ല, കണ്ടോ? കോൺവെക്സ് ലെൻസ് കണ്ടോ? ഞാൻ ആ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. ഈ ഒരു കാര്യം. ഓക്കെ, ഇനി പറയുന്നത് 9ാം ക്ലാസ് റിഫ്രാക്ഷനെ കുറിച്ചിട്ട് പഠിച്ചിട്ടില്ലേ? എന്താണത്? ലൈറ്റിന്റെ ആ ഒരു പാത്ത് അത് ബെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് പഠിച്ചിട്ടില്ലേ? നമുക്ക് നോക്കാം ആ ഒരു കാര്യം. നോക്കുക, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബീക്കറിൽ വെള്ളം എടുത്തു, എന്നിട്ട് ലൈറ്റിനെ ഇങ്ങനെ ചെരിഞ്ഞിട്ട് ഒബ്ലിക്ലി ഇങ്ങനെ നമ്മൾ ലൈറ്റിനെ ഇതിലേക്ക് പതിപ്പിച്ചാൽ അത് അതിന്റെ ആ പാത്തിൽ നിന്നും ഒന്ന് ഡീവിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്താണ് ഡെഫിനിഷൻ? എന്താണ്? When a ray of light enters obliquely, ചെരിഞ്ഞിട്ട്, from one medium to another of different optical densities, ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക്. എന്താണ് പ്രത്യേകത? എന്താണ്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ വ്യത്യാസം ഉണ്ടാകണം. അതായത് ഒരു മീഡിയത്തിൽ നിന്ന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ വ്യത്യാസമുള്ള മറ്റൊരു മീഡിയത്തിലേക്ക് റേ ഓഫ് ലൈറ്റ് റേ ഒബ്ലിക്ലി ചെരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ it undergoes a deviation at the surface of separation of the mediums. ആ മീഡിയങ്ങളുടെ സർഫസ് ഓഫ് സെപ്പറേഷൻ, അതിനെ രണ്ടും വേറെ വേറെയാകുന്ന ഒരു സർഫസ് ഉണ്ടല്ലോ, അവിടെ വെച്ച് അതിന് ഡീവിയേഷൻ സംഭവിക്കുന്നു പറഞ്ഞിട്ടുണ്ട് അല്ലേ? ദിസ് ഫിനോമിനൻ ഈസ് റിഫ്രാക്ഷൻ. ഇതാണ് റിഫ്രാക്ഷൻ. അപ്പൊ ഇവിടെ ഈ ഒരു ലെൻസിൽ എങ്ങനെയാണ് റിഫ്രാക്ഷൻ നടക്കുന്നത്? എവിടെയൊക്കെയാണ് റിഫ്രാക്ഷൻ നടക്കുന്നത്? നോക്കുക. ഇവിടെ ലൈറ്റ് ഈ ഒരു സർഫസിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുന്നു, ഇങ്ങനെ പതിക്കുന്നു. ഓക്കെ, ഇവിടെ വെച്ച് അതിന് റിഫ്രാക്ഷൻ സംഭവിച്ചിട്ട് ഇങ്ങനെ പോകും അല്ലെ? എന്നിട്ടോ, കാരണം ഇവിടെ എയർ ആണ്, ഇവിടെ വായുവാണ്, ഇതിനകോ ഈ ലെൻസിന്റെ ഉൾഭാഗം ഗ്ലാസ് ആണ് അല്ലെ? അപ്പൊ ഇവിടെ വെച്ച് റിഫ്രാക്ഷൻ സംഭവിക്കും. പിന്നെയോ പിന്നെ എവിടെ വെച്ചാണ്? ഈ ഒരു സർഫസിൽ വെച്ചും റിഫ്രാക്ഷൻ സംഭവിക്കും. കാരണം ഇവിടെ ഗ്ലാസ് ആണ്, ഇവിടെ എയർ ആണ്, രണ്ട് മീഡിയവും ഡിഫറെന്റ് ആണ് അല്ലെ? അപ്പൊ ഇവിടെ വെച്ചും റിഫ്രാക്ഷൻ സംഭവിക്കുന്നു. അപ്പൊ ഇങ്ങനെ 2 തവണ റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട് അല്ലെ? ഇത് ഒരു റിഫ്രാക്റ്റിംഗ് സർഫസ് ആണ്, ഇതും ഒരു റിഫ്രാക്റ്റിംഗ് സർഫസ് ആണ്, 2 എണ്ണം ഉണ്ട് അല്ലെ? അപ്പൊ ആ ഒരു കാര്യം മനസ്സിലായല്ലോ. ഈച്ച് ലെൻസ് ഹാസ് 2 സർഫസസ്. 2 സർഫസസ് ഉണ്ട്. വെൻ light passes through them, refraction occurs. Light അവയിലേക്കൂടെ പോകുമ്പോൾ refraction occurs. This means a lens has 2 refracting surfaces. ഒരു ലെൻസിന് 2 refracting surfaces ഉണ്ട്. Refracting surfaces of a lens are parts of spheres. അതായത് നമ്മൾ പറഞ്ഞു, ഒരു ഐസ്ക്രീമിന്റെ അടപ്പ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് യഥാർത്ഥത്തിൽ അതിന്റെ അടപ്പ് എന്ന് പറയുന്നത് ഒരു ബോൾ അല്ലെ, സ്ഫിയറിന്റെ ഒരു പാർട്ടാണ് അല്ലെ? അതായത് ഇവിടെ ലെൻസിന്റെ കാര്യം എടുക്കുമ്പോൾ
ഈ ഒരു റിഫ്രാക്റ്റീവ് സർഫസ് യഥാർത്ഥത്തിൽ ഒരു സ്ഫിയറിന്റെ ഭാഗം തന്നെയാണ്. ഇതിനെ നമുക്ക് ഇങ്ങനെ ഒരു സ്ഫിയർ ആക്കി മാറ്റാം. അതേപോലെ ഈ ഒരു റിഫ്രാക്റ്റീവ് സർഫസിനെയും നമുക്ക് ഒരു സ്ഫിയർ ആയിട്ട് വരക്കാൻ കഴിയും. അതാണ് ഇവിടെ സ്ഫിയേഴ്സ് എന്ന് കൊടുക്കുന്നത്. പിന്നെയോ എ ലെൻസ് is a transparent medium in which each refracting surface is part of the spheres. ലെൻസ് എന്നത് ട്രാൻസ്പാരന്റ് എന്ന് വെച്ചാൽ അതിനകത്തൂടെ പ്രകാശം കടന്നു പോകും. മീഡിയം സുതാര്യമായ എന്ന് മലയാളത്തിൽ പറയും. മീഡിയം ഇൻ വിച്ച് ഈച്ച് റിഫ്രാക്റ്റിംഗ് സർഫസ്, ഓരോ റിഫ്രാക്റ്റിംഗ് സർഫസും പാർട്ട് ഓഫ് ദ സ്ഫിയേഴ്സ്, സ്ഫിയേഴ്സിന്റെ ഭാഗങ്ങളാണ്. ഇവിടെ കോൺവെക്സ് ലെൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ട്, അത് ഒരു 2 സ്ഫിയേഴ്സിന്റെ ഭാഗം തന്നെയാണ്. അടിയിൽ കോൺകേവ് ലെൻസിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്, ഇതും സ്ഫിയേഴ്സിന്റെ ഭാഗം തന്നെയാണ്. കാരണം ഇതിന്റെ റിഫ്രാക്റ്റിംഗ് സർഫസസ് എന്താണ്, സ്ഫിയേഴ്സിന്റെ ഭാഗം തന്നെയാണ്. കാരണം കണ്ടോ, ഇവിടെ കറക്റ്റ് ആയിട്ട് നമുക്കൊരു സ്ഫിയർ ഇവിടെ ഫിക്സ് ചെയ്യാൻ കഴിയും. അതേപോലെ ഈ ഒരു റിഫ്രാക്റ്റിംഗ് സർഫസിലും ഒരു സ്ഫിയർ നമുക്ക് ഫിക്സ് ചെയ്യാൻ കഴിയും. ഇനി ടേംസ് റിലേറ്റഡ് ടു ലെൻസസ്. ലെൻസസുമായി ബന്ധപ്പെട്ട ചില ഇമ്പോർട്ടന്റ് ടേംസ് ഉണ്ട്. എന്തൊക്കെയാണത്? ഒപ്റ്റിക് സെന്റർ. The midpoint of a lens is the optic center. ലെൻസിന്റെ മിഡ് പോയിന്റ് ആണ് ഒപ്റ്റിക് സെന്റർ, മധ്യബിന്ദുവാണ്. ഇവിടെ കോൺവെക്സ് ലെൻസിൽ ഇത്, കോൺകേവ് ലെൻസിൽ ഇത് മിഡ് പോയിന്റ്. സെന്റേഴ്സ് ഓഫ് കർവേച്ചർ. ഈച്ച് റിഫ്രാക്റ്റിംഗ് സർഫസ് ഓഫ് എ ലെൻസ് is part of a sphere. ഓരോ റിഫ്രാക്റ്റിംഗ് സർഫസും ഒരു സ്ഫിയറിന്റെ ഭാഗമാണ്, ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. The centers of such spheres are the centers of curvature. ആ സ്ഫിയേഴ്സിന്റെ സെന്റേഴ്സ് ആണ് സെന്റേഴ്സ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. ഇവിടെ കണ്ടോ, C1 ഉം C2 ഉം സെന്റേഴ്സ് ഓഫ് കർവേച്ചർ ആണ്. ഇവിടെ കോൺകേവ് ലെൻസിന്റെ ഒരു ഡയഗ്രാം താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിലും C1 ഉം C2 ഉം എന്താണ്, സെന്റേഴ്സ് ഓഫ് കർവേച്ചർ ആണ്. ഒപ്റ്റിക് ആക്സിസ്. The optic axis is the imaginary line passing through the centers of curvature and the optic center of a lens. എന്തിലെ കൂടിയൊക്കെയാണ്? സെന്റേഴ്സ് ഓഫ് കർവേച്ചറിലെ കൂടിയും 1, 2 ഇതിലെ കൂടിയും പിന്നെ ഈ മിഡ് പോയിന്റ് എന്താണത്, ഒപ്റ്റിക് സെന്റർ, അതിലെ കൂടിയും പോകുന്ന ഒരു ഇമാജിനറി ലൈൻ ആണ്, സാങ്കല്പിക രേഖയാണ് ഒപ്റ്റിക് ആക്സിസ് എന്ന് പറയുന്നത്. കണ്ടോ, ഇവിടെ ഇത് ഒപ്റ്റിക് ആക്സിസ് ആണ്, ഇവിടെ ഇത് ഒപ്റ്റിക് ആക്സിസ് ആണ്. ഓക്കെ, അടുത്തത് അപ്പർച്ചർ. എന്താണ് അപ്പർച്ചർ? The area of the lens through which light passes is called aperture. അതായത് ലെൻസിന്റെ ആ ഒരു ഏരിയ, ഏതിലെ കൂടിയാണ് ലൈറ്റ് പാസ് ചെയ്യുന്നത്, അതിനാണ് അപ്പർച്ചർ എന്ന് പറയുന്നത്. ഇൻ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് സച്ച് ആസ് ക്യാമറാസ് ആൻഡ് മൈക്രോസ്കോപ്സ്, ക്യാമറാസിലും മൈക്രോസ്കോപ്പിലും the aperture can be varied by using the stop. സ്റ്റോപ്പ് ഉപയോഗിച്ച് നമുക്ക് അപ്പർച്ചറിന് എന്ത് ചെയ്യാൻ കഴിയും, മാറ്റം വരുത്താൻ കഴിയും. ഈ ചിത്രം നോക്കുക, ഇവിടെ മുകളിൽ കൊടുത്ത ലെൻസ് ഉണ്ടല്ലോ, ഇതിന് ലാർജ് അപ്പർച്ചർ ആണ്. കാരണം ഇത്രയും ഏരിയയിലെ കൂടി ലൈറ്റിന് പാസ് ചെയ്യാൻ കഴിയും അല്ലെ. താഴെയോ ഇതിന് സ്മോൾ അപ്പർച്ചർ ആണ്, കാരണം ഇതിന്റെ ഏരിയ കുറവാണ്. ഇനി അപ്പർച്ചർ മാറ്റം വരുത്തുന്നത് ഒന്ന് കണ്ടാലോ. ഇവിടെ മുകളിലെ ചിത്രം കാണുക, ഇവിടെ ഒരു ലൈറ്റ് ഈ ഒരു ലെൻസിന്റെ കണ്ടോ ഇത്രയും ഏരിയയിലെ കൂടി പാസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അപ്പർച്ചർ മാക്സിമം ആണ്. ഇനി ഇവിടെ താഴെ കൊടുത്തുള്ള ചിത്രവും ലൈറ്റ് ഈ കുറച്ച് ഏരിയയിലെ കൂടി മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ, കാരണം മുകളിലും താഴെയും എന്തോ വെച്ച് മറച്ചിട്ടുണ്ട്, അപ്പൊ ഇതിലെ കൂടെ ലൈറ്റ് പാസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇവിടെ അപ്പർച്ചർ എന്ത് ചെയ്തു, വാരി ചെയ്തു. അപ്പർച്ചർ ഇവിടെ മിനിമം ആണ് അല്ലെ, അപ്പർച്ചർ കുറഞ്ഞു ഇവിടെ. ഒബ്സർവ് ഫിഗേഴ്സ് 26A and 26B. Which figure represents convex lens? A ആണ്. And which one represents concave lens? B ആണ്. What do C1 and C2 indicate? എന്താണത്? Centers of curvature ആണ്. Which refers to the optic center? എന്താണ്? O ആണ് optic center നെ represent ചെയ്യുന്നത്. Which represents the optic axis? Optic axis നെ represent ചെയ്യുന്നത് the line C1 or C2 ആണ്. അല്ലെ, C1 or C2 എന്ന ആ ലൈൻ ആണ് ഒപ്റ്റിക് ആക്സിസിനെ represent ചെയ്യുന്നത്. Principal focus. Let's do an activity to find the principal foci of lenses. ലെൻസിന് പ്രിൻസിപ്പൽ ഫോക്കസ് ഉണ്ട്, അപ്പൊ അത് ഫൈൻഡ് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റി ആണ്. മെറ്റീരിയൽസ്. എ ബോക്സ് അബൌട്ട് 50 cm ലെങ്ത്, 30 cm width and 20 cm height. ഇതുപോലൊരു ബോക്സ്. ട്രാൻസ്പാരന്റ് ഓൺ വൺ സൈഡ്. ഒരു സൈഡ് എന്താണ്, ട്രാൻസ്പാരന്റ് ആണ്, നമുക്ക് അതിലെ കൂടെ ഉൾവശം കാണാൻ കഴിയണം. എ സ്മോൾ ഹോൾ ഷുഡ് ബി മെയ്ഡ് ഓൺ ദ 2 opposite sides of the box
അതായത് ചെറിയ രണ്ട് ഹോൾസ് ഇട്ടിട്ടുണ്ട് രണ്ട് ഓപ്പോസിറ്റ് സൈഡിലും. ആൻഡ് ദ ഹോൾ ഷുഡ് ബി സീൽഡ് വിത്ത് എ ട്രാൻസ്പാരന്റ് ഷീറ്റ്. ഒരു സുതാര്യമായ ഒരു ട്രാൻസ്പാരന്റ് ആയ ഷീറ്റ് കൊണ്ട് ഈ ഹോൾസ് കവർ ചെയ്യണം. കാരണം ഇതിനകത്ത് നമ്മൾ പുക നിറക്കും, സ്മോക്ക് നിറക്കും, അപ്പൊ അത് പുറത്തേക്ക് കൂടെ പോകാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഷീറ്റ് കൊണ്ട് കവർ ചെയ്യുന്നു. ലേസർ ടോർച്ച്, ഇതുപോലുള്ള ലേസർ ടോർച്ച്, ഹൈ ബീം ടൈപ്പ്. ഓക്കെ, നല്ല ഹൈ ബീം ഉള്ള ഒരു ലേസർ ടോർച്ച്. ഇൻസെൻസ് സ്റ്റിക്ക്, ചന്ദനത്തിരി. ഓക്കെ, മാച്ച് ബോക്സ്, തീപ്പെട്ടി. കോൺവെക്സ് ലെൻസ് വേണം, കോൺകേവ് ലെൻസ് വേണം, പിന്നെ ലെൻസ് സ്റ്റാൻഡും വേണം. അത് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള സ്റ്റാൻഡ് വേണം. ആഫ്റ്റർ ഫിക്സിംഗ് ദ കോൺവെക്സ് ലെൻസ് ഓൺ ദ സ്റ്റാൻഡ് ഇൻസൈഡ് ദ ബോക്സ്, ഇങ്ങനെ ഫിക്സ് ചെയ്തതിനു ശേഷം ഫിൽ ദ ബോക്സ് വിത്ത് സ്മോക്ക്, അതിനകത്ത് പുക നിറക്കണം. എലോ light rays from the laser torch to pass through the hole and allow it to fall on the lens as shown in the figure. അതായത് ഇതുപോലെ നമ്മൾ ക്രമീകരിക്കണം. ഈ ബീം, ഈ ലൈറ്റ് കോൺവെക്സ് ലെൻസിൽ ഇങ്ങനെ ഫാൾ ചെയ്യാൻ വേണ്ടി നമ്മൾ അനുവദിക്കണം. അപ്പൊ നമുക്ക് ഇതിനകത്ത് സ്മോക്ക് നിറച്ചുകൊണ്ട് ആ ഒരു ലൈറ്റിന്റെ പാത്ത് നമുക്ക് കാണാൻ കഴിയും അല്ലെ, പുറത്തുനിന്ന് ലൈറ്റ് പോകുന്നതൊക്കെ കാണാൻ കഴിയും. അതായത് ലൈറ്റ് ബീം വരുന്നതായിട്ടും ഇവിടെ ഇങ്ങനെ അടുത്തു വരുന്നതായിട്ടും ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നതായിട്ടൊക്കെ നമുക്ക് പുറത്തുനിന്ന് കാണാൻ കഴിയും. വാട്ട് ഡു യു ഒബ്സർവ്? എന്താണ് ഒബ്സർവ് ചെയ്യുന്നത്? താഴെ കൊടുത്തിട്ടുള്ള കാര്യം, ഡെപിക്ട് ദ പാത്ത് ഓഫ് ലൈറ്റ്, അതിന്റെ ആ പാത്ത് ഒന്ന് ചിത്രീകരിക്കണം. ഇവിടെ കൊടുത്തിട്ടുണ്ട് ചിത്രം. അതായത് ലൈറ്റ് റേസ് ഇങ്ങനെ ഒന്നിച്ച് ഇങ്ങനെ വരുന്നു, എന്നിട്ട് ഈ കോൺവെക്സ് ലെൻസിലെ കൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോയിന്റിലോട്ട് ഇതെന്ത് ചെയ്യും? കൺവേർജ് ചെയ്യും, ഇങ്ങനെ അടുത്ത് വരും, കേന്ദ്രീകരിക്കപ്പെടുക ആ ഒരു ബിന്ദുവിലേക്ക്. Haven't you noticed the change in the direction of light rays parallel to the optic axis of the convex lens as they pass through the lens? ഇത് നിങ്ങൾ നിരീക്ഷിച്ചല്ലോ. എന്താണത് അതിൽ കൊടുത്തിട്ടുള്ളത്? ഈ ഒപ്റ്റിക് ആക്സിസ് ഇതല്ലേ, ഈ ഒപ്റ്റിക് ആക്സിസിന് പാരലൽ ആയിട്ട് വരുന്ന ലൈറ്റ് റേസ് എന്ത് ചെയ്യുന്നുണ്ട്? കൺവേർജ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇവിടെ കൺവേർജ് ചെയ്യുന്നുണ്ട്. It is to be noted that all light rays coming from a source or reflected from an object may not be parallel. അതായത് എല്ലാ ലൈറ്റ് റേസും ഇങ്ങനെ പാരലൽ ലൈറ്റ് റേസ് ആവണമെന്നില്ല. പക്ഷെ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? പാരലൽ റേസ് ആണ്. കണ്ടോ, ഹിയർ വി ആർ കൺസിഡറിങ് ഓൺലി പാരലൽ റേസ്. ബ്രാക്കറ്റിൽ കൊടുത്താൽ മതി. ഹിയർ വി ആർ കൺസിഡറിങ് ഓൺലി പാരലൽ റേസ്. Haven't you seen light rays converge to a point on the other side of the lens after refraction? റിഫ്രാക്ഷന് ശേഷം മറ്റൊരു പോയിന്റിലോട്ട്, അതർ സൈഡിലുള്ള ഒരു പോയിന്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾ കണ്ടല്ലോ. ദിസ് പോയിന്റ് ഈസ് ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് ദ കോൺവെക്സ് ലെൻസ്. ഇതാണ് കോൺവെക്സ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ്. അതിന്റെ ഡെഫിനേഷൻ ഇവിടെ യെല്ലോ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഇതേപോലെ തന്നെ പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? ലൈറ്റ് റേസ് നിയർ ആൻഡ് പാരലൽ ടു ദ ഒപ്റ്റിക് ആക്സിസ് ഇൻസിഡന്റ് ഓൺ എ കോൺവെക്സ് ലെൻസ്. നോക്കിക്കോളൂ, ലൈറ്റ് റേസ് നിയർ, അടുത്ത്, എന്തിന്റെ? ഈ ഒപ്റ്റിക് ആക്സിസിന്റെ അടുത്തും അതേപോലെ പാരലൽ ആയിട്ടുള്ള ലൈറ്റ് റേസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിലേക്ക് ഇൻസിഡന്റ് ചെയ്യുന്നു. ആഫ്റ്റർ റിഫ്രാക്ഷൻ കൺവേർജ് അറ്റ് എ പോയിന്റ് ഓൺ ദ ഒപ്റ്റിക് ആക്സിസ് ഓൺ ദ അതർ സൈഡ് ഓഫ് ദ ലെൻസ്. അതായത് ഇവിടെ വെച്ച് നമുക്കറിയാം റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ടെന്ന് അറിയാം. ആ റിഫ്രാക്ഷന് ശേഷം അതർ സൈഡിലുള്ള ഒരു പോയിന്റിൽ, ആ പോയിന്റ് എവിടെയാണുള്ളത്? ഈ ഒപ്റ്റിക് ആക്സിസിലാണുള്ളത്. അങ്ങനെ ഒരു പോയിന്റിലോട്ട് കൺവേർജ് ചെയ്യുന്നു. This point is the principal focus of a convex lens. ഇതാണ് ഒരു കോൺവെക്സ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ്. ആ ഒരു പോയിന്റ് ആണ്. Repeat the experiment shown in figure 2.7 by passing the light through the opposite hole. Didn't the light rays converge in this case too? അതായത് നമ്മളിപ്പോൾ ഈ ഒരു ഹോളിലേക്ക് കൂടിയായിരുന്നു ലൈറ്റ് ബീം നമ്മൾ കടത്തി വിട്ടത് അല്ലെ. ഇനി ഈ ഒരു എക്സ്പെരിമെന്റ് നമ്മൾ ലൈറ്റ് റൈറ്റ് സൈഡിൽ നിന്ന് വരുന്നത് പോലെ റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതേപോലെ ഡയഗ്രാം കിട്ടും. ഇതിന്റെ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള, അതായത് പാരലൽ റേസ് ഒക്കെ ഈ ഒരു ഭാഗത്ത് വരക്കണം. എവിടെ കൺവേർജ് ചെയ്യും? ഇപ്പുറം ഒരു ഭാഗത്ത് ഇത് കൺവേർജ് ചെയ്യും. ഇതേ ചിത്രം പോലെ തന്നെയാണ്, പക്ഷെ ഇതിന്റെ ഡയറക്ഷൻ മാറും എന്നേ ഉള്ളൂ. അതായത് നമുക്ക് എവിടെ ഫോക്കസ് കിട്ടിയത് പോലെ ഇവിടെയും ഫോക്കസ് കിട്ടും. ആ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യും? ഈ ഒരു പോയിന്റിലേക്ക് കൂടെ പോകും. ഓക്കെ, അപ്പൊ എത്ര ഫോക്കസ് ഉണ്ടെന്ന് നമുക്ക് അറിയാം. രണ്ടെണ്ണം ഉണ്ട് അല്ലെ, രണ്ട് ഫോസി ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ സച്ച് ലെൻസസ് ഹാവ് 2 പ്രിൻസിപ്പൽ ഫോസി. രണ്ടെണ്ണം ഉണ്ട് അല്ലെ. ഇത് ഫോക്കസിന്റെ പ്ലൂറൽ ആണ് കേട്ടോ, ഫോസി എന്ന് കൊടുത്തത്.
വൺ ഓൺ ഈച്ച് സൈഡ് ഓഫ് ദ ലെൻസ്, രണ്ട് സൈഡിലായിട്ടാണ്, രണ്ട് സൈഡിലായിട്ട്. ദീസ് ഫോസി ആർ ഇക്വിഡിസ്റ്റന്റ് ഫ്രം ദ ഒപ്റ്റിക് സെന്റർ. ആ ഒപ്റ്റിക് സെന്ററിൽ ഉണ്ടല്ലോ ആ ലെൻസിന്റെ മിഡ് പോയിന്റ്, അതിൽ നിന്ന് ഇക്വിഡിസ്റ്റന്റ് ആണ്, ഒരേ അകലത്തിലായിരിക്കും രണ്ട് ഫോസി ഉള്ളത്. The principal focus of a convex lens is considered real because light rays passing parallel to the optic axis of a convex lens pass through the principal focus after refraction. എന്താണ് കോൺവെക്സ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് നമ്മൾ റിയൽ ആയിട്ട്, യഥാർത്ഥമായിട്ട് കൺസിഡർ ചെയ്യുന്നു. ബിക്കോസ് എന്താണ്, ലൈറ്റ് റേസ് പാസിംഗ് പാരലൽ ടു ദ ഒപ്റ്റിക് ആക്സിസ്, അങ്ങനെ വരുന്ന ആ ലൈറ്റ് റേസ് ഓഫ് എ കോൺവെക്സ് ലെൻസ് പാസ് ത്രൂ ദ പ്രിൻസിപ്പൽ ഫോക്കസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ. ആ റിഫ്രാക്ഷന് ശേഷം ആ ലൈറ്റ് റേസ് എന്താണ്, ആ പ്രിൻസിപ്പൽ ഫോക്കസിലേക്ക് കൂടെ പാസ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അതായത് ഇവിടുന്ന് ലൈറ്റ് വന്നു, എന്നിട്ട് ആ ലൈറ്റ് റേസ് ഒക്കെ ഇതിലെ കൂടെ പാസ് ചെയ്യുന്നു, പ്രിൻസിപ്പൽ ഫോക്കസിലേക്ക് കൂടെ പാസ് ചെയ്യുന്നു. അതുകൊണ്ട് ആ ഫോക്കസ്, ആ പ്രിൻസിപ്പൽ ഫോക്കസ് റിയൽ ആണെന്ന് നമ്മൾ പറയും, യഥാർത്ഥമാണെന്ന് പറയും. ഫോക്കൽ ലെങ്ത്. എന്താണ് ഫോക്കൽ ലെങ്ത്? ദ ഫോക്കൽ ലെങ്ത് ഈസ് ദ, എഫ് എന്ന ലെറ്റർ കൊണ്ട് നമ്മൾ സൂചിപ്പിക്കും കേട്ടോ, ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഒപ്റ്റിക് സെന്റർ ഓഫ് ദ ലെൻസ് ടു ദ പ്രിൻസിപ്പൽ ഫോക്കസ്. ലെൻസിന്റെ മിഡ് പോയിന്റ് അല്ലേ അതിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ്, അതിന്റെ ഒപ്റ്റിക് സെന്റർ. ആ ഒപ്റ്റിക് സെന്ററിൽ നിന്ന് അതിന്റെ പ്രിൻസിപ്പൽ ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഫോക്കൽ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് പറഞ്ഞിട്ടുള്ളത്, ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് മെത്തേഡ്. ടു ഫൈൻഡ് ദ അപ്രോക്സിമേറ്റ് ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺവെക്സ് ലെൻസ്, ദ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ്. എങ്ങനെയാണ് ചെയ്യുന്നത്? പ്രൊജക്ട് ദ ഇമേജ് ഓഫ് എ ഡിസ്റ്റന്റ് ട്രീ ഓർ എ ബിൽഡിംഗ് ഓൺ ടു എ സ്ക്രീൻ യൂസിങ് എ കോൺവെക്സ് ലെൻസ്. ദൂരെയുള്ള ഒരു മരത്തിന്റെയോ ബിൽഡിങ്ങിന്റെയോ ആ ഒരു ഇമേജ് ഉണ്ടല്ലോ, അതൊരു കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചിട്ട് ഒരു സ്ക്രീനിലേക്ക് പ്രൊജക്ട് ചെയ്യുക. നല്ല ക്ലിയർ ആയിട്ട് കിട്ടണം കേട്ടോ, ഇവിടെ നല്ല വ്യക്തമായിട്ട് കിട്ടുന്ന രീതിയിൽ പ്രൊജക്ട് ചെയ്യുക. എന്നിട്ട് മെഷർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലെൻസ് ആൻഡ് ദ ഇമേജ് യൂസിങ് എ സ്കെയിൽ. ആ ലെൻസും ഇമേജും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഉണ്ടല്ലോ അതൊരു സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്യുക. This distance is the approximate focal length of that lens. ഈ ഡിസ്റ്റൻസ് ആണ് അതിന്റെ അപ്രോക്സിമേറ്റ് ഫോക്കൽ ലെങ്ത്. ഓക്കെ. ട്രൈ സ്മോക്ക് ബോക്സ് എക്സ്പെരിമെന്റ് യൂസിങ് എ കോൺകേവ് ലെൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്പെരിമെന്റ് ഒരു കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് ചെയ്തു നോക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലാകുന്ന കാര്യം, ഇത് ഏതെങ്കിലും ഒരു പോയിന്റിലോട്ട് കൺവേർജ് ചെയ്യില്ല ഈ ലൈറ്റ് റേസ്, പകരം ഇങ്ങനെ ഡൈവേർജ് ചെയ്ത് പോകുന്നതായിട്ട് കാണും. ഓക്കെ. ഡ്രോ ദ പാത്ത് ഓഫ് ദ റേ ഓഫ് ലൈറ്റ്. അത് നമുക്ക് ഡ്രോ ചെയ്താൽ ഇങ്ങനെ കിട്ടും അല്ലെ. കമ്പയർ ദ ഫിഗർ ഡ്രോൺ വിത്ത് ഫിഗർ 210A. ഈ ഫിഗറും ഈ ഒരു ചിത്രവും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണം. ഏകദേശം നമ്മൾ അതേപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത് കണ്ടോ, അതേപോലെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് കാര്യം എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. എന്താണത്? ഇവിടെ ഡൈവേർജ് ചെയ്തിട്ട് കുറച്ച് ലൈറ്റ് റേസ് പോകുന്നതായിട്ട് കാണുന്നുണ്ടല്ലോ. ഇത് ഏതോ ഒരു പോയിന്റിൽ നിന്ന് ഡൈവേർജ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. അതായത് നമ്മൾ ബാക്കിലോട്ട് നമ്മൾ നീട്ടി വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പോയിന്റ് കിട്ടും. ഓക്കെ. അത് നമുക്ക് തോന്നുന്നത് ഈ ലൈറ്റ് ഒക്കെ ഈ ഒരു പോയിന്റിൽ നിന്ന് പോകുന്നതായിട്ട്, ഡൈവേർജ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് തോന്നും. ഓക്കെ. ആ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. ഹാവന്റ് യു നോട്ടീസ്ഡ് ദ ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ലൈറ്റ് റേസ് പാസിംഗ് പാരലൽ ടു ദ ഒപ്റ്റിക് ആക്സിസ് ത്രൂ ദ കോൺകേവ് ലെൻസ്. ഓക്കെ. ഹിയർ ഇവിടെ ദ റിഫ്രാക്റ്റഡ് റേസ് അപ്പിയർ ടു ഡൈവേർജ് ഫ്രം എ പോയിന്റ്. ഈ റിഫ്രാക്റ്റഡ് റേസ് ഒക്കെ ഒരു പോയിന്റിൽ നിന്ന് ഡൈവേർജ് ചെയ്തു പോകുന്നതായിട്ട് എന്താണ് അപ്പിയർ ചെയ്യുന്നത്, അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അങ്ങനെ തോന്നുന്നു നമുക്ക്. ദിസ് പോയിന്റ് ഈസ് ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് ദ കോൺകേവ് ലെൻസ്. ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ അതിനെയാണ് പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത് കോൺകേവ് ലെൻസിന്റെ. എ കോൺകേവ് ലെൻസ് ഡൈവേർജസ് ദ റേസ് ഓഫ് ലൈറ്റ്. നമ്മൾ നേരത്തെ കോൺവെക്സ് ലെൻസിന്റെ കാര്യം പറഞ്ഞു, അവിടെ കോൺവെക്സ് ലെൻസ് കൺവേർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ കോൺകേവ് ലെൻസ് ലൈറ്റ് റേസിനെ ഡൈവേർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു കാര്യം നമുക്ക് പറയാം, അതിനു മുമ്പ് ഇത് നോക്കുക. റിപ്പീറ്റ് ദ എക്സ്പെരിമെന്റ് ബൈ പാസിംഗ് ലൈറ്റ് ത്രൂ ദ അതർ സൈഡ് ഓഫ് ദ കോൺകേവ് ലെൻസ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇവിടുന്ന് ലൈറ്റ് അടിക്കുന്നതിന് പകരം നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് ലൈറ്റ് അടിക്കുന്ന രീതിയിൽ റിപ്പീറ്റ് ചെയ്യണം. ഹാവന്റ് യു അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ കോൺകേവ് ലെൻസ് ഓൾസോ ഹാസ് ടു പ്രിൻസിപ്പൽ ഫോസി. അപ്പൊ നമുക്ക് മനസ്സിലാകും കോൺകേവ് ലെൻസിനും എന്താണ് രണ്ട് പ്രിൻസിപ്പൽ ഫോസി ഉണ്ട്, രണ്ട് സൈഡിലായിട്ട് ഉണ്ട് അല്ലെ. ഇതേപോലെ നമുക്ക് ചിത്രം കിട്ടും. അതായത് ഈ ഭാഗമൊക്കെ ഇവിടെ വരക്കണം, ഈ ഒരു ഭാഗം ഡൈവേർജ് ചെയ്യുന്നതൊക്കെ ഈ ഒരു സൈഡിൽ വരക്കണം അല്ലെ. ഇനി നമുക്ക് ഇത് നോക്കാം. ലൈറ്റ് റേസ്
നിയർ ആൻഡ് പാരലൽ ടു ദ ഒപ്റ്റിക് ആക്സിസ് ഇൻസിഡന്റ് ഓൺ എ കോൺകേവ് ലെൻസ്. അതായത് ഒപ്റ്റിക് ആക്സിസിന് അടുത്തും നിയർ ആയിട്ടും പാരലൽ ആയിട്ട് വരുന്ന ഇൻസിഡന്റ് ചെയ്യുന്ന ആ ലൈറ്റ് റേസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ, ഇതിലെ കൂടെ റിഫ്രാക്ഷൻ നടന്നതിന് ശേഷം appear to diverge from a point on the optic axis on the same side of the lens. appear to diverge, അകലുന്നു. ഏത് പോയിന്റിൽ നിന്നാണ്? on the optic axis, ഈ ഒപ്റ്റിക് ആക്സിസിലുള്ള, പിന്നെ എന്താണ്, on the same side, അതേ സൈഡിലുമുള്ള പോയിന്റിൽ നിന്ന് അകലുന്നതായിട്ട് തോന്നുന്നു. this point is the principal focus of a concave lens. ആ പോയിന്റ് ആണ് കോൺകേവ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ്. രണ്ട് പ്രിൻസിപ്പൽ ഫോക്കസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? Do refracted rays pass through the principal focus of a concave lens? Refracted rays ഒരു കോൺകേവ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ പാസ് ചെയ്യുന്നുണ്ടോ? പാസ് ചെയ്യുകയല്ല അല്ലെ, പകരം ആ ഒരു പോയിന്റിൽ നിന്ന് ഡൈവേർജ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ നോ എന്ന് കൊടുക്കാം. ഇഫ് സോ, ഈ ഒരു കാര്യം ഒന്നുകൂടെ പറയാൻ, അതായത് ലൈറ്റ് റേസ് ഒക്കെ വന്നിട്ട് ഈ ഒരു പ്രിൻസിപ്പൽ ഫോഴ്സിലെ കൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്നതല്ല, പകരം ലൈറ്റ് റേസ് വന്നിട്ട് ഡൈവേർജ് ചെയ്യുന്നു. ആ ഡൈവേർജ് ചെയ്യുന്നത് പ്രിൻസിപ്പൽ ഫോക്കസിൽ നിന്ന് ഡൈവേർജ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. അങ്ങനെയാണ്. ഇഫ് സോ, അങ്ങനെയാണെങ്കിൽ ഈസ് ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺകേവ് ലെൻസ് കൺസിഡേർഡ് വെർച്വൽ ആയിട്ടാണോ അതിനെ കരുതുന്നത്, അതോ റിയൽ ആയിട്ടാണോ? റിയൽ ആയിട്ടല്ല അല്ലെ, റിയൽ ആയിട്ട് നമ്മൾ പറഞ്ഞു അങ്ങനെ ആ ഒരു പ്രിൻസിപ്പൽ ഫോക്കസിലെ കൂടെ റിഫ്രാക്റ്റഡ് റേസ് ഒക്കെ പാസ് ചെയ്യുമ്പോഴാണ് നമ്മൾ റിയൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെയോ വെർച്വൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു സാങ്കല്പികമായിട്ട് അല്ലെ, അങ്ങനെയാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. മിഥ്യ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.